ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനോടുള്ള പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. ആദ്യ ബജറ്റ് കോൺഗ്രസ് പ്രകടന പത്രിക കോപ്പിയടിച്ചതാണെന്ന് പി ചിദംബരം ആരോപിക്കുന്നു. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും ഭരണപക്ഷവും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. എയിംസ് ബജറ്റിലല്ല പ്രഖ്യാപിക്കാറ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നു. ഈ ബജറ്റ് ആന്ധ്രയും ബീഹാറും കൊണ്ടുപോയോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, CPI വക്താവ് P സന്തോഷ് കുമാർ MP, BJP വക്താവ് S ജയസൂര്യൻ, സാമ്പത്തിക വിദഗ്ധൻ ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ. ആദ്യം S ജയസൂര്യനിലേക്ക്. ജയസൂര്യൻ, ഈ ബജറ്റിനെ പറ്റിയുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. പൊതുവെ ഈ ബജറ്റ് എന്താണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഉള്ളതാണ് എന്നൊരു വിമർശനം പൊതുവേ ഉണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഈ ബജറ്റിൻ്റെ അവതരണം പൂർത്തിയായി അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതികരണം പുറത്തു വന്നു. അതായത് പ്രതികരണം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണല്ലോ അത്ര പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്നത്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ പിന്നെ കേരള വിരുദ്ധമാണ്, നമുക്കൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും തന്നില്ല എന്നുള്ള ആ പതിവ് പല്ലവി പ്രതിപക്ഷം ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുത്തു എന്ന് പറയുന്നു. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ജനാധിപത്യപരമായി തന്നെ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്, അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ബീഹാറിലെ അതുപോലെ ആന്ധ്രാപ്രദേശിലെയും ഘടകകക്ഷികൾ എപ്രകാരമാണോ അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും അത്തരം കാര്യങ്ങൾ നേടിയെടുത്തത് എന്നതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കുമൊക്കെ ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഭരണത്തിലുള്ള കക്ഷിയോടൊപ്പം നിന്നുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ നമ്മൾ ഇതിനകത്ത് ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയോ ഇടപെടുകയല്ല. ഒറ്റ പ്രശ്നം, അങ്ങീ പറഞ്ഞതിൽ വലിയ ജനാധിപത്യ വിരുദ്ധതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കോട്ടെ വിനയപൂർവ്വം. കാരണം ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്. ഇതിനു മുമ്പും ആന്ധ്രയ്ക്ക് തലസ്ഥാനം ഉണ്ടായിരുന്നില്ല, അവർ പാക്കേജ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ബീഹാർ പാക്കേജ് എത്രയോ 3 പതിറ്റാണ്ടായി ഇന്ത്യയിൽ മുടങ്ങുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പറയുന്നു ഒരു കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാകുമ്പോൾ ജനാധിപത്യപരമായി ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവരുടെ കൂടെ നിൽക്കുക. അതായത് നിങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ സർക്കാരിനെ പിന്തുണച്ചില്ലെങ്കിൽ ഒരു ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഒരു 10 പൈസ കിട്ടില്ല എന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. അതിൽ വലിയ ജനാധിപത്യ വിരുദ്ധതയുണ്ട്. പറയാതെ പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പാക്കേജ് ഗുജറാത്തിന് കൊടുത്തില്ല, അവിടെ BJP ഭരിക്കുന്നത്. മധ്യപ്രദേശിന് കൊടുത്തില്ല, അവിടെ BJP ഭരിക്കുന്നത്. ഉത്തർപ്രദേശിന് കൊടുത്തില്ല, അവിടെ BJP ഭരിക്കുന്നത്. അങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരൊന്നും ആരും എടുത്തു പറഞ്ഞില്ല, അവിടെയൊന്നും പാക്കേജും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ BJP പൂർണ്ണമായും തഴഞ്ഞു എന്നുള്ള ആരോപണം അവരാരും മുന്നോട്ട് വെച്ചില്ലല്ലോ. അപ്പോൾ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ്, TDPയുടെയും JDUവിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് എന്നതിനർത്ഥം നിങ്ങളുടെ കസേര രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് അല്പം മുമ്പ് KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, KC വേണുഗോപാലിന് അങ്ങനെ അല്ലാതെ വേറെ വല്ലതും പറയാൻ പറ്റുമോ? KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞത് കസേര സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. ഞാനതിൻ്റെ മറുവശമാണ് പറഞ്ഞത്. സ്വന്തം സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുമുണ്ട്. അവരുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഇതാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതിലെ ഘടകകക്ഷി ആയിക്കൊണ്ട് അതാത് പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് ഉന്നയിച്ച് ഭരണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നേടിയെടുക്കാമല്ലോ. ജനാധിപത്യമല്ലേ? അതിനെ ഈ തരത്തിൽ എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ ദുർവ്യാഖ്യാനിച്ചതല്ല. അതായത് ഒരു ഭരിക്കുന്ന കക്ഷിയോടൊപ്പം നിന്നില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടും എന്നൊരു സിദ്ധാന്തമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ ജനാധിപത്യ വിരുദ്ധത ജയസൂര്യന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലുമല്ല. കാരണം ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയ 10-12 കാര്യം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ പറയാം. അതായത് 4 കോടിയിലധികം യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാം കേരളം പ്രോജക്റ്റ് വെച്ച് ചോദിച്ചാൽ കിട്ടുമല്ലോ. 1000 തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ചോദിച്ചാൽ കിട്ടുമല്ലോ. സ്ത്രീകൾക്ക് 3 ലക്ഷം കോടി രൂപ ചോദിച്ചാൽ നമുക്കും കിട്ടുമല്ലോ. പലിശരഹിത വായ്പയായിട്ട് 1.5 ലക്ഷം കോടി രൂപ, 24,000 കോടി കിട്ടണമെന്ന് പറയുന്ന കേരളത്തിന് ഒരു പ്രോജക്റ്റ് വെച്ച് ചോദിച്ചാൽ കിട്ടുമല്ലോ. MSMEക്ക് വേണ്ടി 100 കോടി വായ്പ കേരളത്തിന് കിട്ടുമല്ലോ. അതുപോലെ 1.5 ലക്ഷം കാർഷിക മേഖലയ്ക്ക് വേണ്ടി 1.5 ലക്ഷം കോടി കേരളത്തിന് കിട്ടുമല്ലോ. 1 കോടി വീടുകൾക്ക് കൂടി സൂര്യാഘർ പദ്ധതി, അതായത് സോളാർ, അത് നമുക്ക് കേരളത്തിന് കിട്ടുമല്ലോ.
1 കോടി കർഷകർക്ക് നാച്ചുറൽ ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായം പദ്ധതിയുണ്ട്. കേരളം ചോദിച്ചാൽ കിട്ടുമല്ലോ. വെജിറ്റബിൾ സപ്ലൈ ചെയിൻ FPO വഴി നടപ്പാക്കും. കേരളത്തിന് വേണേൽ കിട്ടുമല്ലോ. അതുപോലെ 11 ലക്ഷം കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനുണ്ട്. എന്താ കേരളം ചോദിക്കാത്തത്, വാങ്ങിക്കാത്തത്? കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപ ഉണ്ട്. കേരളത്തിനും കിട്ടുമല്ലോ. ജൽജീവൻ മിഷന് വേണ്ടി 69,926 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. കേരളത്തിനും കിട്ടുമല്ലോ. പലതും കിട്ടിയതുമാണല്ലോ. അപ്പോൾ ഈ 12 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇതിൽ കൂടുതലുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും പ്രോജക്റ്റ് വെച്ച് മുന്നോട്ട് ചോദിക്കാതെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്നത് രാഷ്ട്രീയമാണ്, ദുരുപദിഷ്ടിതമാണ്. ഓക്കെ, ശ്രീ നൌഷാദ് അലി, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ NDA പിന്തുണയ്ക്കാം. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആ പ്രതിപക്ഷ കക്ഷികൾക്ക് NDA പിന്തുണയ്ക്കാം. സമ്മർദ്ദം ചെലുത്തി അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാം. അതിലൊരു ജനാധിപത്യ വിരുദ്ധതയുമില്ല. നിങ്ങൾക്കത് ചെയ്തുകൂടെ? അജിംഷ, ഇവിടെ ഞാനിവിടെ ഈ ചർച്ചയിൽ കേട്ട ഏറ്റവും നിർഭാഗ്യകരമായൊരു പ്രസ്താവനയാണ് ജയസൂര്യൻ നടത്തിയത്. അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്, ഞങ്ങളെ പിന്തുണക്കുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവർക്ക് ഞങ്ങൾ വാരിക്കോരി കൊടുക്കും, അല്ലാത്തവർക്ക് ഞങ്ങൾ ഒന്നും നൽകില്ല. അതാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചത്. അത് വ്യംഗ്യമായി പറയാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പ്രേക്ഷകർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാളെ കാണാനിടയുള്ള മുഴുവൻ ആളുകൾക്കും ഇവരുടെയൊക്കെ അന്തർഗതം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ഊഹിക്കാം. ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഒരു കാലിന് മന്ത് ബാധിച്ചിരിക്കുന്നു, മറുകാല് പോളിയോ ബാധിച്ച് ശോഷിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സങ്കല്പത്തിനൊരു ദേശീയതക്ക് തന്നെ വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒരു ബജറ്റാണിത്. ഇത്രമാത്രം വിവേചന ബുദ്ധിയോടുകൂടി ഒരു ഫെഡറൽ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര ഭരണകൂടം പെരുമാറിയാൽ ഞാൻ ഭയക്കുകയാണ്. ഇവിടെ പഞ്ചാബ് മോഡൽ പ്രസംഗങ്ങളും ബാലകൃഷ്ണ പിള്ളമാരുടെയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ രാജ്യത്തുടനീളം അരങ്ങേറും. അത്തരത്തിൽ ഈ രാജ്യത്ത് ദുരുപദിഷ്ടങ്ങളായ അനഭിമതങ്ങളായ ചിന്തകൾക്ക്, പ്രവണതകൾക്ക് തുടക്കം കുറിക്കാൻ ഇടയാക്കുന്ന ഒരു വിഘടനത്തിൻ്റെ സ്വരം പലയിടങ്ങളിൽ നിന്നും മുഴങ്ങാൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു ഹേതുവാണ് ഈ സർക്കാർ ഈ ബജറ്റിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം. പിന്നെ ജയസൂര്യൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അവിടെയൊക്കെ സർവാണി സദ്യ നടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ സാധുജനങ്ങൾക്കുള്ള ഊട്ട് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ഇലയുമായിട്ട് നിങ്ങൾ പോകൂ, ഒരു പിടി ചോറ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇലയായിട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുവായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കേരളം പോയി നോക്കിയ കേരളത്തിന് വല്ലതും കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ലജ്ജിക്കുകയാണ്. ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ ആണല്ലോ നമ്മളൊരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് സമീപിക്കുന്നത് എന്ന് ഓർക്കുന്നില്ല. നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പരാമർശമില്ല, നമ്മുടെ ശബരി റെയിൽ, നഞ്ചങ്കോട് റെയിൽപാത, AIMS, ഇങ്ങനെ നമ്മുടെ ഒരു മോഹങ്ങളായ ഒരു പദ്ധതിക്കും ഒരു നീക്കിയിരിപ്പുമില്ല. നമ്മൾ ഇവിടെ കണ്ണൂരിലൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടിരുന്നു. ഒരു തരത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് പരാമർശമില്ല എന്ന് മാത്രമല്ല, കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്നൊരു ബോധ്യം പോലും ഇല്ലാതെയാണ് ഇവർ ഈ ബജറ്റൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ പിന്തുണക്കാൻ തയ്യാറാകുന്നില്ലല്ലോ, നിങ്ങൾ നാളെ പിന്തുണച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരുമായിരുന്നു എന്ന മട്ടിലൊക്കെ ഇതിനെ ഒരു ആഖ്യായിക കൂടി ചമക്കുമ്പോൾ ഇവർ നമ്മളെ ശവത്തിൽ കുത്തുകയാണ് BJP-ക്കാരുടെ വാക്കുകളിലൂടെ. ഒരു 2 കേന്ദ്രമന്ത്രിമാരൊക്കെ, അവർക്കൊക്കെ അവിടെ വല്ല പ്യൂണിൻ്റെ പോലും ആധികാരികത കേന്ദ്രമന്ത്രിസഭയിലോ പരിസരത്തോ ഒക്കെ ഉണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ പത്രക്കാരുടെ അടുത്തൊക്കെ വന്ന് ആക്ഷൻ ഹീറോ സ്റ്റൈലിലൊക്കെ മെലോ ഡ്രാമ കളിച്ചു പോകുന്ന അവരെ കോർത്ത് ഞാൻ സഹതപിക്കുകയാണ്. അവർക്കൊക്കെ ഏതായാലും ഈ കേന്ദ്രമന്ത്രിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളെങ്കിലും മിനിമം കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് മുടക്കമുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഒരു ആന്ധ്ര ബീഹാർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞാൽ എല്ലാം വട്ടപൂജ്യമാണ് ഈ ബജറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ. ബീഹാറിന് 1.5 ലക്ഷം കോടിയിൽ കൂടുതൽ കൊടുക്കുന്നു, ആന്ധ്രയ്ക്ക് 1/4 ലക്ഷം കോടിയിൽ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ ബജറ്റ് നമ്മുടെ അടിസ്ഥാനപരമായി എന്ത് ആവശ്യത്തെയാണ് അഭിസംബോധന ചെയ്തത്? ഇവിടെ MSME-കളെ കുറിച്ച് പറഞ്ഞു. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊടുത്തവർ MSME-കളുടെ NPA ആയ ലോണിൻ്റെ പരിധി 90-ൽ നിന്ന് 180 ദിവസമാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ആ ഭാഗം കേട്ട മട്ട് നടിച്ചിട്ടില്ല. ഇവിടെ GST പരിഷ്കരിക്കണം എന്ന് വലിയ ആവശ്യമുണ്ട്, അതിനകത്ത് വലിയ തീരുമാനമുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ 60-65% GST വരുന്നത്
ഈ രാജ്യത്തെ അടിസ്ഥാന വർഗമായ 50%-ലധികമുള്ള പോപ്പുലേഷന്റെ പക്കൽ നിന്നാണ്. ഈ രാജ്യത്തെ ഹൈ റിച്ച് ആയിട്ടുള്ള 10% GSTയിലേക്ക് 3 മുതൽ 4 വരെ മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ പണപ്പെരുപ്പ് കുറക്കാനുള്ള മാർഗങ്ങൾ ഇവർ ആരാഞ്ഞിട്ടില്ല. വിലക്കയറ്റം തടുത്തു നിർത്തുന്നതിനെ കുറിച്ച് യാതൊരുവിധ പദ്ധതികളും അതിനകത്തില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ടാക്സ് കുറച്ചുകൊണ്ട് അവർക്കൊക്കെ സമ്മതമാകുന്ന തരത്തിൽ ഈ ബജറ്റിനെ ഇവർ വിഭാവനം ചെയ്യുന്നു. പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ബജറ്റ് ഒന്നും പറയുന്നില്ല. ഹങ്കർ ഇൻഡെക്സിലൊക്കെ നമ്മൾ 111ാമത്തെ സ്ഥാനത്താണ്. കാർഷിക രംഗത്തെക്കുറിച്ച് ഈ ബജറ്റ് പറയുന്നില്ല. കാർഷിക രംഗത്തെ അലോക്കേഷൻ 4.25% നിന്ന് 2.5% താഴ്ന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഭാവനാപൂർണമായ പദ്ധതികളും ഇല്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 3 കോടി കുട്ടികളാണ് പാതി വഴിയിൽ വെച്ച് പഠനം നിർത്തിപ്പോയത്. ആ രംഗത്ത് 13% മുൻകാലത്ത് ബജറ്റ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 5%-ൽ താഴെയായി. കൃഷിരംഗത്ത് ഇവിടെ ഈ ബജറ്റ് നിരാശാജനകമാണ്. നമ്മൾ ഈ റബ്ബറിനൊക്കെ താങ്ങുവില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നമ്മുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു റബ്ബറിനൊരു താങ്ങുവില ഉണ്ടാവുക, താങ്ങുവിലകൾക്ക് സർക്കാരിൻ്റെ നിയമാനുസൃതമായ അംഗീകാരമുണ്ടാവുക. ആ വശത്തേക്കൊന്നും ഈ ബജറ്റ് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയില്ല, കാർഷിക മേഖലയില്ല, ആരോഗ്യ മേഖലയില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ എവിടെയും ഇവർ ഈ ബജറ്റിലൂടെ അഭിസംബോധന ചെയ്ത് ജനങ്ങൾക്ക് ആയാസരഹിതമായൊരു ആവാസ വ്യവസ്ഥിതി പ്രദാനം ചെയ്യുന്ന ഒരു രംഗത്തും ഈ ബജറ്റ് ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ വ്യക്തമായ വിവേചനങ്ങൾ മാത്രമാണ് ഈ ബജറ്റിലുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലൊരു ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഇതുപോലെ നിരാശാജനകമായ സമ്പൂർണമായിട്ട് മോഹഭംഗങ്ങൾ നിറഞ്ഞ ഭഗ്നാശമായൊരു ബജറ്റ് ഇതിനു മുമ്പ് സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാം. ഇത് BJPയുടെ അടിമത്വ പ്രഖ്യാപനത്തിന്റെ വിളംബരമാണ് ഈ ബജറ്റ് അനാവൃതമാക്കുന്നത്. ശരി, പി സന്തോഷ് കുമാർ MP, ഇവിടെ ജയസൂര്യൻ കുറേ അധികം ഗ്രാൻഡ് പദ്ധതികൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുകകളെ കുറിച്ചാണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശയില്ലാത്ത വായ്പയ്ക്ക് വേണ്ടി 1.5 ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആവശ്യം 25,000 കോടി രൂപയുടെ പാക്കേജായിരുന്നു. ഈ വായ്പാ പദ്ധതി സംസ്ഥാനത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ? അതല്ല, അങ്ങനെ ഒരു അപേക്ഷ വച്ചാൽ വായ്പാ പരിധി എന്ന ഡെമോക്ലിസിന്റെ വാൾ വെച്ച് അത് വെട്ടുമോ? നോക്കൂ, കേരളം നേരിടുന്ന അവഗണന എന്തുമാത്രം ഭീകരമാണ് എന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ പറയുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ആദ്യം കേൾപ്പിച്ച പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ശ്രീ നൌഷാദ് അലി സംസാരിച്ചപ്പോഴും ആ കാര്യം എടുത്തു പറയുകയുണ്ടായി. മുഴുവൻ മലയാളികളെയും അപമാനിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിലൂടെ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ BJPയുടെ വക്താവ് പറഞ്ഞ ഒരു കാര്യത്തിന് വളരെ ലളിതമായൊരു മറുചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ ആങ്കർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണല്ലോ. BJPയിൽ നമ്മൾ കൂടുതലായിട്ട് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആന്ധ്രക്കും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത്? ഈ സ്കീമുകൾ അവർക്കും കൂടെ അവൈൽ ചെയ്താൽ പോരെ? ഒന്നുകിൽ ഈ സ്കീമിനകത്ത് കുറച്ചും കൂടെ തുക വർദ്ധിപ്പിച്ചിട്ട് ഈ സംസ്ഥാനങ്ങളും കൂടെ ആപ്ലിക്കേഷൻ കൊടുത്ത് സ്കീം മുന്നോട്ട് വെച്ച് അവരും കൂടെ ഇതിൻ്റെ ഗുണഭോക്താക്കളായാൽ പോരെ? അപ്പോൾ അങ്ങനെയൊക്കെ വാദിക്കുന്നത് ബാലിശമാണ് സർ. യാഥാർത്ഥ്യം എന്താണ്? കേരളം പോലൊരു സംസ്ഥാനം അതിൻ്റെ 28 വകുപ്പുകൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചു. ആ ആവശ്യങ്ങൾ നേരത്തെ മുന്നോട്ടേക്ക് വെച്ചതാണ്. ഇത് ആരുടെ ഔദാര്യമല്ല. മലയാളിയുടെ കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന്, ഞാനൊരു പ്രാദേശികവാദം പറയുമെന്ന് ധരിക്കരുത്, ഇഷ്ടം പോലെ പണം കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് BJP ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തു നിന്നുള്ള വിഹിതം എടുത്തിട്ട് ഇങ്ങോട്ട് തരണമെന്നല്ല പറയുന്നത്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ഈ സംവിധാനത്തിനകത്ത് മലയാളി ചെലവഴിക്കുന്ന 1 രൂപ അവിടെ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കിട്ടണമെന്നുള്ളതാണ്. നമ്മളിതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമായി ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. ആ ജനാധിപത്യ വിരുദ്ധതയാണ് BJPയുടെ ബഹുമാനനായ വക്താവിൻ്റെ ചർച്ചക്കകത്ത് ഉടനീളമുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങളെ കൂടെ നിന്നാൽ കിട്ടും. സർ, നിങ്ങൾ അങ്ങനെ പറയാൻ നിങ്ങൾ ആരാണ്? അതെന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ നികുതി പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണമൊക്കെ ഉണ്ടാകുന്നത്, അല്ലാതെ എവിടെയെങ്കിലും വേറെ ഇതിൽ സ്വയംഭൂവായി ഉണ്ടാകുന്നതല്ല. അപ്പം അതിൽ കേരളം അതിഭീകരമായി അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഭരണത്തിന് ഒരു ചെറിയ ഇളക്കം തട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്കെച്ചസ് ഒക്കെ ഉപയോഗിച്ച് നടക്കുന്ന സമയമാണ്.
പക്ഷേ ഏകാധിപതികൾ ദുർബലരാകുമ്പോൾ കൂടുതൽ അതിക്രമം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കേരളത്തിനെതിരെയുള്ള ഈ അക്രമം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ചിത്രത്തിലില്ല എന്ന് കാണിക്കുന്ന തരത്തിലാണ് അവരോടുള്ള സമീപനം എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേർന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ 16-ാം പേജ് എടുത്ത് നോക്കിയാൽ ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറയാം. അപ്പോൾ ടൂറിസം രംഗത്തെ പ്രൊമോഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വേറൊരു തരത്തിൽ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബഹുമാനരായ പ്രേക്ഷകർ, ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ച്, ബുദ്ധക്ഷേത്രങ്ങളെക്കുറിച്ച്, ജൈന ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ പിൽഗ്രിമേജ് ടൂറിസം ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ചില ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നു. അതെല്ലാം ബീഹാറിലാണ്, രാജ്ഗീർ ഉൾപ്പെടെ. പിന്നെ ഒറീസയെക്കുറിച്ചാണ്. കേരളത്തെക്കുറിച്ചിട്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് നമ്മൾ മാത്രമല്ല, ആർക്കും ഇവിടെ വരുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. ഒരു പരാമർശം പോലും ആ പ്രസംഗത്തിനകത്ത് ഉണ്ടായില്ല. അതിരിക്കട്ടെ, ഈ രാജ്യത്ത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമല്ലല്ലോ. ഞാനത് വേറൊരു തരത്തിൽ പറയുകയാണെന്ന് ധരിക്കരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഓരോ വരിക്കകത്തും നിങ്ങൾ വർഗീയതയും നിങ്ങൾ പ്രാദേശികവാദവും ഒക്കെ കുത്തിമറക്കുന്നു എന്നുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ജയസൂര്യൻ ഒരു മലയാളിയാണല്ലോ. പിന്നെ ഇതിൻ്റെ ഞാൻ മറ്റൊരു വിശദാംശങ്ങൾ, കേരളം ആവശ്യപ്പെട്ടതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിരുന്നു. 24,000 കോടിയുടെ പാക്കേജ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതുകൂടാതെ നമ്മൾ കേരളത്തിന് ആവശ്യമായിരിക്കുന്ന ഇപ്പോൾ കുട്ടനാടിൻ്റെ ഇവിടെ വിഴിഞ്ഞമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, കുട്ടനാടിൻ്റെ 2ാം പദ്ധതിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ കാര്യം ആവശ്യപ്പെട്ടു. അങ്ങനെ കേരളം മലയാളിയുടെ വളരെ ജനുവനായിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഇവിടെ കണ്ണൂരിലെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു, എയിംസിൻ്റെ കാര്യം ഉൾപ്പെടെ വളരെ ന്യായമായിരിക്കുന്ന ആവശ്യങ്ങളാണ്. മലയാളി എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ BJPക്ക് വോട്ട് ചെയ്ത കുറേ പേരൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനോട് വളരെ അപകടകരമായ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയൊരു ഇൻസൾട്ടാണ്. രാസവളങ്ങളുടെ സബ്സിഡിക്കകത്ത് വലിയ കുറവ് വരുത്തി 10,28,000-ന്റെ 1 കോടി ചെറുപ്പക്കാർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുള്ളതാണ്. 2 കോടി തൊഴിൽ ഓരോ വർഷവും കൊടുക്കുന്ന ആദ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടണം നമുക്ക്? ഇപ്പോൾ സ്റ്റൈപ്പൻഡിലേക്ക് അത് മാറുന്ന സ്ഥിതി ഉണ്ടായി. എംപ്ലോയ്മെൻ്റ് അല്ല, ഒരു തരം എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോകലാണ്. അങ്ങനെ നമ്മൾ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അപകടകരമായ ചില കാര്യങ്ങളാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് ഒരു കണക്കില്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് ഇത്ര കീഴിൽ ഇത്ര ആളുണ്ടെന്ന് പറയുക? ഒരു കണക്ക് വേണ്ടേ? ഗവൺമെന്റ് തന്നെ ഉത്തരവുണ്ട്. ഇപ്പോൾ വേറെ ആരും നിശ്ചയിച്ചിട്ട് കാര്യമില്ല. രാജ്യസഭയിൽ എനിക്ക് കിട്ടിയ ഉത്തരം തന്നെ ഞാൻ വേണം നിങ്ങൾക്ക് വക്താവിന് കാണിച്ചു തരാം. പറഞ്ഞു, ഞങ്ങൾ 13 കൊല്ലം മുൻപാണ് സർവേ നടത്തിയിരിക്കുന്നത്. 13 കൊല്ലം മുമ്പ് സർവേ നടത്തി എങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് കിട്ടുക? അപ്പോൾ ബേസ്ഡ് ഒരു കോൺക്രീറ്റ് ഡാറ്റ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഡാറ്റ ഡാർക്ക്നെസ്, പോവർട്ടി എന്ന് പറയുന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഒരു ആബ്സെൻസ് ഓഫ് ഡാറ്റ ഉണ്ടാകുമ്പോൾ, ഒരു ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വെറും റെട്ടറിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത് മലയാളികളുടെ ആകെ ഒരു പ്രശ്നമാണ്, രാജ്യത്തിന്റെ പ്രശ്നമാണ്. ആമലിൽ അതിനെ കാണണം. അതിനകത്ത് മറ്റീവൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങുൾപ്പെടെ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട് കേരളത്തിൽ എല്ലാം കാര്യങ്ങൾ ശരിയാക്കണം, എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയാമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ ബജറ്റിനെ പറ്റി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് വകയിരുത്തുകയല്ല, വക വരുത്തുകയാണ് എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? വക വരുത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. നമ്മളിപ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കേരളത്തിന് കുറേ കൂടെ പദ്ധതികൾ ഒക്കെ കൂടെ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫെഡറൽ സെറ്റപ്പിൽ വെറും 20 MP-മാർ മാത്രമുള്ള ഒരു സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു വാദം ഉന്നയിക്കുന്നതിന് വലിയൊരു സാങ്കത്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു നിമിഷം ജോസ് സെബാസ്റ്റ്യൻ, ആന്ധ്രയ്ക്ക് 15,000 കോടി അനുവദിക്കുമ്പോൾ അവിടെ 23 MP-മാരേ ഉള്ളൂ, 3 MP-മാരാണ് കൂടുതലുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫെഡറൽ സെറ്റപ്പിലും രാഷ്ട്രീയമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വാധീനിക്കും. താങ്കൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ ധനകാര്യമന്ത്രി അന്തരിച്ച KM മാണി സാറിൻ്റെ ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ പല പ്രാവശ്യം പാലായെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി. അവിടെ പാലായിൽ ഇന്ന പദ്ധതി, കോട്ടയത്ത് നിന്ന പദ്ധതി. ഇതൊക്കെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില അപഭ്രംശങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഇതൊരു
ഒരു ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു സംഗതിയാണ് എന്നത് ഒരു അതിശയോക്തിപരമായ വീക്ഷണമാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അദ്ദേഹം ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ ബിമാരു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് കാണുമല്ലോ. അതും കേരളവുമായി ഒന്ന് താരതമ്യപ്പെടുത്തൂ. കേരളം എത്രമാത്രം വികസിതമായ സംസ്ഥാനമാണ്. ഈ അടുത്ത കാലത്തെ സർവേ, അതായത് ഉപഭോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ സർവേ കാണിക്കുന്നത് ഉപഭോഗത്തിൽ 1-ാം സ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി പിരിക്കാനുള്ള, നികുതി കൊടുക്കാനുള്ള കപ്പാസിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം, ശേഷിയുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ അത്രയും പോലും ഇവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? ഇതിനെ സംബന്ധിച്ച് ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത ഞാൻ പറയാം. അതായത് കേരളത്തിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ കേരളത്തിന് 57 പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് വെറും 29 പൈസയാണ്. അതിനേക്കാൾ കുറവാണ് കർണാടകത്തിൽ. അവിടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള വാദങ്ങളില്ലല്ലോ. അപ്പോൾ ഒരു നിമിഷം ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ വിമർശനം ദേശീയ തലത്തിൽ ഉയർത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ മുൻ ധനമന്ത്രി PTR ആണ്, പളനിവേൽ ത്യാഗരാജ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു ഫ്ലാഗ് ബെയറർ. പിന്നെ അവിടെ നിന്ന് എതിർപ്പ് ഉയർന്നില്ല എന്ന് ആര് പറഞ്ഞു? കർണാടകയിൽ നിന്ന് ആളുകൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ പോയി സമരം ചെയ്തു കർണാടകയിൽ നിന്ന്. ഞാൻ ചോദിക്കട്ടെ, അത് ഒരു ഫെഡറൽ രാജ്യത്തിന്റെ സ്പിരിറ്റിന് ഒത്തുപോകുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു കാണും, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫെഡറൽ രാജ്യത്ത് അവിടുത്തെ യൂണിറ്റുകൾ, സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് കൊടുക്കുന്നത് മുഴുവൻ തിരിച്ചിങ്ങോട്ട് കിട്ടണമെന്ന് വാദിക്കുന്നതിന് അർത്ഥമില്ല. കൂടുതൽ പൊതുവിഭവങ്ങൾ വികസിത സംസ്ഥാനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ആ അവികസിത സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക തന്നെയാണ് ഒരു ഫെഡറലിസത്തിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അവഗണനകൾ ഇല്ല എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലാണ് കാണേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 5 വർഷം കൊണ്ട് മന്ത്രിസഭയുടെ ആന്ധ്രാപ്രദേശ് ഏതർത്ഥത്തിലാണ് അവികസിതം എന്ന് നിങ്ങൾ പറയുന്നത്? ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം ഏതർത്ഥത്തിലാണ് അവികസിതം? ആന്ധ്രാപ്രദേശിലെ ദരിദ്രരായ ജനങ്ങളുടെ പ്രൊപ്പോർഷൻ, കേരളമാണ് ഏറ്റവും ദരിദ്രരുടെ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മൾ എല്ലായിടത്തും പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങയുടെ വാദം മുഖവിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, കേരളത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൂടുതലാണ്, വികസിത സംസ്ഥാനമാണ്, നമുക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ ധാരാളം നികുതി കൊടുക്കുന്നുണ്ട്. ഈ സർക്കാർ 24,000 കോടിയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് ധനക്കമ്മി, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വായ്പ എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? വായ്പ തിരിച്ചടയ്ക്കുന്ന ഈ ജനങ്ങൾ തന്നെയാണല്ലോ, അത് കൊടുക്കാത്ത എന്താണ്? അല്ലല്ലേ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി നമ്മൾ സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തല്ലോ. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സംഘർഷാത്മകമായ കാഴ്ചപ്പാടിലുള്ള ഒരു തരത്തിൽ സഹകരണാത്മകമായാണ് കാണേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സത്യാഗ്രഹം നടത്തുന്നതിന് പകരമായിട്ട് ഇത് ഒരു സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം കേരളത്തിലെ MP-മാരെയും ഒക്കെ കൂടെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നത്. അല്പം മുമ്പ് S. ജയസൂര്യൻ പറഞ്ഞതാണ്, നിങ്ങളുടെ പാർട്ടികൾക്കൊക്കെ ഞങ്ങളുടെ മുന്നണിക്ക് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇതിൻ്റെ അകത്തെ സംഗതി ഒരു ഫെഡറൽ സെറ്റപ്പിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പരിമിതികൾ കൂടെ കണക്കിലെടുക്കണം. കേരളം വെറും 3% വരുന്ന ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. നേരെ മറിച്ച് UP പോലെയുള്ള 22 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള പാവപ്പെട്ടവരാണ് കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നത്. നിങ്ങളിവിടെ മൈഗ്രൻ്റ് ലേബറിനെ കുറിച്ച് പറഞ്ഞു, കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ച് പറയുന്നു. ഈ 25 ലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ അത്രമാത്രം തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കേരളത്തിൽ നികുതി പിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കടമെടുക്കുകയല്ല പരിഹാരം. കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ, കൂടുതൽ അവികസിതമായ സംസ്ഥാനങ്ങൾ, അവർക്ക് പ്രത്യേക പരിഗണന വേണമെന്നാണ്. എങ്കിൽ ഈ ബജറ്റിൽ
യു പിക്കുള്ള പ്രത്യേക പരിഗണന എന്താണ്? അല്ല, യു പിയെ സംബന്ധിച്ചുള്ള പരിഗണന, യു പിയെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്ത പരിഗണന അത് ന്യായീകരിക്കത്തക്ക അല്ല. എന്നിരിക്കെ തന്നെ കേരളത്തെ തീർത്തും അവഗണിച്ചു കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടിനോടും ഞാൻ യോജിക്കുന്നില്ല. യു പി പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ ഉദാരമായ അലോക്കേഷൻസ് കൊടുത്തു. നമ്മുടെ സുഹൃത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്ത സംസ്ഥാനമാണ് കേരളം. കേരളം രക്ഷപ്പെട്ടത്, ഈ കോവിഡ് കാലത്തൊക്കെ രക്ഷപ്പെട്ടത് 53,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കിട്ടിയ സംസ്ഥാനമാണിത്. അതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫെഡറൽ സെറ്റപ്പിലെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണേണ്ടതുണ്ട്. ഓക്കെ, ഈ ഫെഡറൽ തത്വങ്ങളുടെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏതൊക്കെ പദ്ധതികളാണ് കേരളത്തിന് ഗുണകരമാവും? കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് MSME സെക്ടറിന് കൊടുത്തിട്ടുള്ള ആ വലിയ പിന്തുണയാണ്. ട്രെയിനിങ്ങിന് വേണ്ടി ധാരാളം അവസരങ്ങളുണ്ട്, ഇന്റേൺഷിപ്പിനുള്ള അവസരങ്ങളുണ്ട്. ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർക്ക് മുദ്രാ ലോണ് അത് 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വികസിത രാജ്യങ്ങളിലെ അടിമപ്പണിക്ക് വേണ്ടി ഓടിപ്പോകുന്നത്? എന്തുകൊണ്ട് ഇത്രമാത്രം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. 80% വരുന്ന ഉപഭോഗ വസ്തുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി നമ്മുടെ ചെറുപ്പക്കാരിൽ സംരംഭകത്വം വളർത്തിക്കൂടാ? എന്തുകൊണ്ട് അവർക്ക് ഉയർന്നു വരുന്ന വിപണിയുടെ അഭിരുചികൾ കണക്കിലെടുത്ത് ഉൽപ്പന്നങ്ങളും വിനയപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. RBIയുടെ കണക്ക് പ്രകാരം MSMEകളുടെ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. 1ാം സ്ഥാനം. അതെ, അത് എന്നെ താങ്കൾ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന് ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന് ഈ മുദ്രാ ലോണുകൾ 20 ലക്ഷം രൂപ മുദ്രാ ലോണുകൾ ഉപയോഗിച്ച് ഇനി കൂടുതൽ MSMEകൾ ഉണ്ടാക്കുക, അങ്ങനെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതല്ല കേരളത്തിൽ വേറെ വൈവിധ്യവൽക്കരണത്തിലൂടെ തൊഴിൽ സൃഷ്ടിക്കുകയാണോ വേണ്ടത്? ഞാനതല്ല പറഞ്ഞത്. മുദ്രാ ലോണുകൾ മാത്രമല്ല, MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാണ്. കാരണം വൻ വ്യവസായങ്ങൾക്ക് കേരളത്തിൽ അവസരമില്ല. അതേസമയം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഒരുപാട് അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഞാനൊരു ഉദാഹരണം പറയാം. റബ്ബറിൻ്റെ കാര്യമെടുക്കാം. റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിപണിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. തയ്യാറാണെങ്കിലും ആശുപത്രി റബ്ബറിന് വിലയില്ല സർ. റബ്ബറിന് തറവില പ്രഖ്യാപിക്കുമെന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ പ്രതീക്ഷിച്ചിരുന്നു. തറവിലയില്ല. തറവിൽ റബ്ബർ ഇവിടെ പ്രോസസ്സ് ചെയ്യുകയാണെന്നുള്ള പരിഹാരം. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് റബ്ബർ വ്യവസായങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊരു വലിയ അവസരമാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ നാച്ചുറൽ റബ്ബറിന് വില കുറവാണെങ്കിൽ അവയെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള വലിയൊരു അവസരമാണ്. അതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൃഷ്ടിപരമായി വീക്ഷിക്കുന്നതിന് പകരം വെറുതെ വളരെ ഹ്രസ്വമായ കാലഘട്ടത്തിലേക്ക് മാത്രം കാര്യങ്ങൾ കണ്ട് രാഷ്ട്രീയമായ വാദങ്ങൾ ഉയർത്തുന്നതിന് പകരം നമ്മൾ വസ്തുതകളെയും ചില തത്വങ്ങളെയും ചില പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി ജോസ് സെബാസ്റ്റ്യൻ. ഞാൻ ജയസൂര്യയിലേക്ക് വരാം. ശ്രീ നൌഷാദ് അലി, ഇവിടെ കേരളത്തിൽ MSMEകൾ ത്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന MSMEകൾക്കുള്ള പ്രോത്സാഹനം ഉപയോഗിച്ച് കൂടുതൽ MSMEകൾ ഉണ്ടാക്കുകയാണ് കേരളത്തിൽ വേണ്ടത്. നമുക്കറിയാം, ഈ GST കാലത്ത് ഞാൻ നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്തതാണ്. GST റോൾ ഔട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് MSMEകൾ എന്ന് പറയപ്പെടുന്ന ചെറുകിട സംരംഭങ്ങൾ ഇല്ലാതായത് എന്ന് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് ത്രൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ പ്രോത്സാഹനം ഉപയോഗിച്ച് കേരളത്തിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, ഈ ചെറുപ്പക്കാരൊക്കെ വിദേശത്ത് പോയി പഠിക്കുകയോ ജോലിക്ക് പോകുന്നതൊക്കെ തടയുക, ഇതാണ് ലക്ഷ്യമെന്നാണ് ജോസ് സെബാസ്റ്റ്യൻ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
അജിംഷ, ഈ MSME-കളുടെ കാര്യം എടുത്താൽ ഈ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം MSME-കളുടെ ഒരു ശവപ്പറമ്പായിട്ട് ഇന്ത്യ രാജ്യം മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഇവിടെയൊക്കെ കേന്ദ്രീകൃതമാണ്. എല്ലാം വ്യവസായ കുത്തകകൾക്ക് വേണ്ടി കേന്ദ്രീകൃത വ്യവസായങ്ങൾ ആരംഭിക്കാനും അവർക്ക് ടാക്സുകൾ കുറച്ചു കൊടുക്കാനും അവർക്ക് ഉദാരമായിട്ട് വായ്പ നൽകാനും അവരുടെ വായ്പ എഴുതിത്തള്ളാനും ഒക്കെ വലിയ ഔത്സുക്യമുള്ളൊരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അവർ MSME-കളോട് എല്ലാ കാലത്തും ചിറ്റമ്മ നയമാണ് പുലർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ MSME സെക്ടറിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവർ ഈ ലോൺ എടുത്തത് NPA ആയിട്ട് 90 ദിവസത്തെ പരിധി കവിഞ്ഞ് പല MSME-കളും മന്ദീഭവിച്ച അവസ്ഥയിലാണ്. അവരൊക്കെ നോൺ പെർഫോമേഴ്സ് ആയിട്ടാണ് സർക്കാരും ബാങ്കുകളും ഒക്കെ അവരെ മുദ്ര കുത്തിയിട്ടുള്ളത്. ആ 90 ദിവസത്തെ പരിധി താൽക്കാലികമായിട്ടെങ്കിലും 180 ദിവസമാക്കി ഉയർത്തണമെന്ന ഒരപേക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ MSME, അതിന് രാഷ്ട്രീയമില്ല കേട്ടോ, അവരുടെ സംഘടന ഐക്യകണ്ഠേന നിർമ്മലാ സീതാരാമന് നിവേദനം നൽകിയിരുന്നു, ആവശ്യമുയർത്തിയിരുന്നു. എന്നാൽ ആ ദിശയിലേക്ക് സർക്കാർ ചിന്തിച്ചിട്ട് പോലില്ല. മറിച്ച് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊടുത്തുകൊണ്ട് കുത്തകകൾക്ക് കൂടുതൽ ആഭിമുഖ്യം വ്യവസായ ശൃംഖലയിൽ വരുത്തുന്നതിനുള്ള സാഹചര്യമാണ് ഈ സർക്കാർ ബജറ്റിലൂടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി MSME-കൾക്കുള്ള സഹായം അത് ഏത് ദിശയിലാണ്, എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്നെനിക്കറിയില്ല. ഇവിടെ കഴിഞ്ഞ ബജറ്റിലും അതിൻ്റെ മുമ്പത്തെ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഏട്ടിലെ പശുവായിട്ട് പുല്ല് തിന്നാതെ കിടക്കുന്നുണ്ട്. ഈ ബജറ്റിലെ ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും മുൻകാല ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യവസായ നയത്തിൽ അവർക്ക് നിശ്ചയമായിട്ടും MSME-കളോടൊരു തൊട്ടുകൂടായ്മയും അലർജിയുമുണ്ട്. അവരെല്ലാ കാലത്തും വാദിച്ചു പോരുന്നതും നിലകൊള്ളുന്നതും കേന്ദ്രീകൃത വ്യവസായ ശാക്തീകരണത്തിനാണ്. അതിനുവേണ്ടി എല്ലാ സർക്കാരിൻ്റെ വാതിലുകളും പ്രോത്സാഹനങ്ങളും തുറന്നിട്ടൊരു സർക്കാരാണ്. അതുകൊണ്ട് MSME-കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. ആ 100 കോടി ഇവിടെ പ്രഖ്യാപിച്ചു എന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ടത്. ആ 100 കോടി എത്തരത്തിലാണ് ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വിനിയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാം. ഏതായാലും ഈ NPA-യുടെ ആ വലിയ ആ ദൂഷിത വലയത്തിൽ നിന്നും MSME-കളെ രക്ഷിക്കാനുള്ള നീക്കങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞതിൽ നിന്ന് തന്നെ അവരുടെ ചിന്ത ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രതീക്ഷയും ഈ സർക്കാരിൽ നിന്നില്ല. MSME-കൾ വലിയ ദുരന്തത്തിലാണ്. 10,000-കണക്കിന് MSME-കളാണ് ഈ രാജ്യത്ത് അടച്ചുപൂട്ടിയത്. അതിൻ്റെ ഒരു റേഷ്യോ എടുത്താൽ സ്വതന്ത്ര ഇന്ത്യയിൽ MSME-കൾ ഇതുപോലെ കൂട്ടത്തോടെ നഷ്ടത്തിലാവുകയും അടച്ചുപൂട്ടുകയും ചെയ്ത ഒരു മുൻകാലം നമുക്ക് ചൂണ്ടിക്കാട്ടുക സാധ്യമല്ല. പിന്നെ ഇപ്പം GDP ആയാലും മറ്റ് ലഘൂകരണ കണക്കുകൾ, ദാരിദ്ര്യത്തിൻ്റെതായാലും തൊഴിലിൻ്റെതായാലും എല്ലാം ഇവിടെ കൃത്രിമമായ ബെഞ്ച് മാർക്കുകൾ ഉണ്ടാക്കി പെരുപ്പിച്ചും കുറച്ചൊക്കെ കൊണ്ടുവരുന്നതിൽ വലിയ വൈദഗ്ധ്യം കാണിക്കുന്നൊരു സർക്കാരാണ്. അന്താരാഷ്ട്ര രംഗത്തൊക്കെ ഇവർ GDP ഉയർത്തിക്കാട്ടാൻ ഉപയോഗിച്ച ബെഞ്ച് മാർക്കുകളൊക്കെ വലിയ പരിഹാസ്യത്തിനും വലിയ വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ട്. ഇത്തരത്തിൽ 800 ഗ്രാമിന് 1 കിലോ എന്നും 800 മീറ്ററിന് 1 കിലോമീറ്റർ എന്നൊക്കെ ഒരു സർക്കാർ സ്വയം വിശേഷിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ, ഔദ്യോഗിക ജിഹ്വകളൊക്കെ അത് ഏറ്റുപിടിക്കുകയാണെങ്കിൽ വേറെന്ത് ചെയ്യാനാണ്? നമ്മളൊക്കെ നോക്കി ചിരിക്കുക എന്നല്ലാതെ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കോപ്രായങ്ങൾ കൊണ്ടൊന്നും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അജിംസ്, ശരി, അതിഥികളിലേക്ക് തിരികെ. ശ്രീ S. ജയസൂര്യൻ, ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ട മറ്റൊരു കാര്യം ഈ കൃത്യമായ ഡാറ്റകളില്ലാതെയാണ് ബജറ്റ് തയ്യാറാക്കുന്നതെന്നാണ്. നമുക്കറിയാം 13 വർഷമായി നമ്മുടെ നാട്ടിൽ സെൻസസ് നടന്നിട്ട് ദാരിദ്ര്യം കുറഞ്ഞു കൂടി എന്നൊക്കെ ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ എന്ത് കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സെൻസസ് നടന്നിട്ടില്ല കോവിഡിൻ്റെ കാരണം കൊണ്ട്. അപ്പോൾ ആ കോവിഡിൻ്റെ കാരണത്തിന് ശേഷം ഈ സെൻസസ് നടക്കണമല്ലോ. എന്നാൽ സെൻസസ് നടക്കുന്നത് വരെ നമുക്ക് ആസൂത്രണത്തെ തടഞ്ഞു നിർത്താനും സാധ്യമല്ല. തീർച്ചയായിട്ടും അപ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ള മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിങ് മേഖലയാണെങ്കിലും മറ്റ് മേഖലകളാണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആകാനുള്ള ബദൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കാം മുന്നോട്ട് പോവുക. ഞാൻ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം അതാണ്. അതായത് സർക്കാരിനുള്ള ബദൽ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സർക്കാരിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഡാറ്റയുടെ പിൻബലം. ഇത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തുല്യമായി ബാധകമാണ്. സംസ്ഥാനത്തും സെൻസസ് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ സംസ്ഥാനം പറയുന്ന കണക്കുകളും ഡാറ്റ ഇല്ലാത്ത കണക്കുകളല്ലേ.
പക്ഷേ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ കണക്ക് ഗവൺമെന്റ് പറയാന്ന് പറഞ്ഞാൽ നേരിടുന്നത്. സംസ്ഥാനം ബജറ്റ് ഞാനിവിടെ പറഞ്ഞ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ അല്ല, സംസ്ഥാനം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ആ ഡാറ്റ ഇല്ലാത്തത് കേന്ദ്രം സെൻസസ് നടത്താത്തതുകൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ സെൻസസ് നടത്തുന്നത് വരെയുള്ള സംവിധാനം കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ സെൻസസ് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. സെൻസസ് തീർച്ചയായിട്ടും വേണം, അത് നടക്കുകയും ചെയ്യും. ഞാൻ അതിലേക്ക് വരാം. ഈ ടൂറിസത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു, ഈ ടൂറിസം വർഗീയമായി പോകുന്നുണ്ടോ എന്നുള്ളത്. സത്യസന്ധമായി നമ്മളൊന്ന് നോക്കൂ, കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ടൂറിസം എന്ന് പറയുന്നത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് മതപരമായ മേഖലയിലേക്കല്ലേ. ഇപ്പം കൊച്ചു കേരളത്തിൻ്റെ ജനസംഖ്യയ്ക്ക് തുല്യമായ ആൾക്കാരാണ് ഒരു വർഷം ശബരിമലയിൽ വരുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവർ, ഉംറയ്ക്ക് പോകുന്നവർ. കേരളം കൊച്ചു കേരളമാണെങ്കിലും ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്നവർ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം മതവ്യത്യാസമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഈ ടൂറിസത്തിൻ്റെ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയെയും മെച്ചപ്പെടുത്തും. അപ്പോൾ ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിനകത്ത് വർഗീയതയല്ല കാണേണ്ടത്. അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന അത്രയും ആൾക്കാർ ഉംറയ്ക്ക് പോകുന്നില്ല, ഹജ്ജിന് പോകുന്നില്ല, അത് ശരിയാണ്. ശബരിമലയ്ക്ക് പോകുന്ന അത്രയും ആൾക്കാർ മലയാറ്റൂർക്ക് പോകുന്നില്ല, അത് ശരിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് രാജ്യത്തിൻ്റെ മൊത്തമായ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ അതിനെ ഉപയോഗപ്രദമായി ടൂറിസത്തിന്റെ പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാവാത്മകമായ ഏതൊരു ഗവൺമെന്റിന്റെയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. 11 വർഷമായി നിങ്ങൾ ഭരിക്കുന്നു, 10 വർഷം കൂട്ടിക്കോളൂ. ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി എന്താണ്? ശബരിമലയിലെ ഒരു പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റാണല്ലോ അട്ടിമറിക്കുന്ന. ഒരൊറ്റ കാര്യം ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. സൗജന്യമായിട്ട് ശബരിമലയിലേക്കുള്ള ബസ് ഓടിച്ചോളാമെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറഞ്ഞല്ലോ. സംസ്ഥാന സർക്കാർ സമ്മതിക്കും? കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കല്ലേ. ഒറ്റ നിമിഷം ഹജ്ജിന് പോകുമ്പോഴും ജയസൂര്യൻ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലോ അത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ 10 വർഷം കൊണ്ട് ശബരിമലയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ 10 വർഷത്തെ പദ്ധതി പറ. അല്ലെന്നേ, ശബരിമലയിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ സംസ്ഥാനം അനുവദിക്കില്ല. സംസ്ഥാനത്തിന്റെ അനുവാദം എന്തിനാണ്? ശബരിമല ഉൾപ്പെടെയുള്ള ഒരു അല്ല, നിങ്ങൾ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? എന്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്? അല്ല ഞാനത് പറയാം. അതായത് കേരള സംസ്ഥാനത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ഏത് പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് നിർദ്ദേശം വെക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ വരുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. KSRTC അല്ലാതെ അങ്ങോട്ട് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊള്ളയടിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവിടുത്തെ വെള്ളം, അവിടുത്തെ ടാക്സ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ശബരിമല വികസനത്തിന് വേണ്ടി വനം പരിസ്ഥിതി വകുപ്പിനോട് പാരിസ്ഥിതിക അനുമതി ചോദിച്ചിരുന്നു, കൊടുത്തോ? അല്ലെന്നേ, പാരിസ്ഥിതിക അനുമതി മാത്രമല്ല അവിടുത്തെ പ്രശ്നം. പാരിസ്ഥിതിക അനുമതിയേക്കാൾ വലിയ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങോട്ടൊന്ന് പോകണ്ടേ, മനുഷ്യനവിടെ വെള്ളം കുടിക്കണ്ടേ, അവിടെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് വനം വകുപ്പിന്റെ അനുമതി വേണം. അതാണ് പ്രശ്നം. അവിടുത്തെ വികസനത്തിലുള്ള ഏറ്റവും വലിയ തടസ്സം അതാണ്. വേണ്ട, ഒന്നും വേണ്ട, ഉള്ള സൗകര്യം ഒന്ന് ചെയ്യാമോ? അല്ല, വേണ്ട എന്നുള്ള വിവരം. ഓക്കെ ജയസൂര്യൻ, ശബരിമല വികസനത്തിന് വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി വേണ്ട എന്ന് ഈ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഒരു ലെറ്റർ സംസ്ഥാന സർക്കാരിന് കൊടുക്കാവോ? അവർ ചെയ്തോളൂ. അല്ല, ഞാൻ പറഞ്ഞ കാര്യം അതല്ല. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വനം പരിസ്ഥിതി വകുപ്പിനെ പഴി ചാരണ്ട. KSRTC ബസ് വില കുറച്ച് ഓടിക്കാൻ, ചാർജ് കുറച്ച് ഓടിക്കാൻ വനം പരിസ്ഥിതി വകുപ്പ് വേണ്ട. വൈദ്യുതിക്ക് അമിതമായ ചാർജ് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വനം പരിസ്ഥിതി വകുപ്പ് വേണ്ട. കുടിവെള്ളം മാന്യമായിട്ട് കൊടുക്കാൻ ഒന്നും വേണ്ട. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കാൻ ഒരു വനം പരിസ്ഥിതി വകുപ്പും വേണ്ട. അതൊന്നും ചെയ്യാത്ത ജനം, ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് അവിടെ ആചാരം ലംഘിക്കാൻ വേണ്ടി സുപ്രീം കോടതി പോകുന്നുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് ഭക്തജനങ്ങളുടെ ആവശ്യമനുസരിച്ച്
അവർ പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്താൽ നടക്കാവുന്ന കാര്യമുള്ളൂ ഇത്. ഞാൻ പറഞ്ഞത് വഴിതെറ്റിച്ച് വിഷയം കൊണ്ടുപോകണ്ട, ഇത് ബജറ്റ് ചർച്ചയാണല്ലോ, അതിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്രം തരുന്ന ഔദാര്യമല്ല എന്ന് പറഞ്ഞല്ലോ. ഒരു സംസ്ഥാനത്തിനും കേന്ദ്രം കൊടുക്കുന്ന ഔദാര്യമല്ല, അവകാശം തന്നെയാണ്. അത് CPM സംസ്ഥാനമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP സംസ്ഥാനമാണെങ്കിലും. പക്ഷേ ഇത് ചോദിക്കണമെങ്കിൽ അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അതായത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി കേന്ദ്രം കൊടുത്തത് 1000 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല, എന്നാൽ പൈസ ഉണ്ടോ? ബാക്കി ഇല്ല. കണക്കുണ്ടോ? അതുമില്ല എന്ന് പറയുന്ന സംസ്ഥാനമല്ലേ കേരളം? അപ്പോൾ കൃത്യമായ ക്രെഡിബിലിറ്റിയോടുകൂടി, അക്കൗണ്ടബിലിറ്റിയോടുകൂടി ഒരു കാര്യം കേന്ദ്രത്തിൽ ചോദിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറല്ല. അവര് ഓഡിറ്റിംഗ് നടത്തുന്നു. AKG സെന്ററിലെ ഓഡിറ്റിംഗ് വെച്ച് കേന്ദ്രത്തിൽ ചെന്നാൽ പൈസ കിട്ടില്ല. C&AGയുടെ ഓഡിറ്റിംഗ് വേണം. CAG ഓഡിറ്റിംഗ് വെച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പ്രോജക്റ്റ് വെക്കുമ്പോൾ പാലിച്ചുകൊണ്ട് കേന്ദ്രത്തോട് സംസാരിക്കാൻ സംസ്ഥാനം തയ്യാറായാൽ അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും പൈസ കിട്ടും. അത് ഏതെങ്കിലും ഒരു ഭരണകക്ഷിക്ക് എതിരായിട്ട് നിൽക്കുന്ന കക്ഷിയെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആന്ധ്രയ്ക്കും തുറമുഖ വികസനത്തിന് വേണ്ടി 20,000 കോടി ചോദിച്ചു. കൊടുത്തിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് വേണ്ടി 20,000 കോടി ചോദിച്ചു, കൊടുത്തോ? അതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം? CAGയുടെ റിപ്പോർട്ടില്ലാത്തതാണോ? അല്ല, വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കൊടുത്തത് കേന്ദ്രമല്ലേ ഉള്ളൂ. കേരളം വല്ലതും കൊടുത്തിട്ടുണ്ടോ? തടസ്സം ഉണ്ടാക്കിയതല്ലാതെ, സമരം ഉണ്ടാക്കിയതല്ലാതെ. ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയായിരുന്നല്ലോ പിണറായിയുടെയും പാർട്ടിയുടെയും ഒക്കെ പരിപാടി. അപ്പോൾ ഇത് കേന്ദ്രമില്ലായിരുന്നെങ്കിൽ നടക്കുമോ? ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ 6 വരി പാത വരുന്നതും വിഴിഞ്ഞം തുറമുഖം തുറമുഖത്തിൽ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ വിഹിതത്തിന്റെ അനുപാതം എന്താണ് ജയസൂര്യൻ? വിഹിതത്തിന്റെ അനുവാദം ഒന്നുമല്ല. ഈ വിഴിഞ്ഞം തുറമുഖം എത്രയോ കൊല്ലം മുമ്പ് നടക്കേണ്ടതാ. ഇവിടുത്തെ ഈ നശിച്ച കമ്മ്യൂണിസം ഇല്ലായിരുന്നെങ്കിൽ കേരളം എത്ര പണ്ടേ രക്ഷപ്പെടും. ഈ പറഞ്ഞ നശിച്ച കമ്മ്യൂണിസം ഇല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം എത്ര മുമ്പേ ഉണ്ടാകുമായിരുന്നു. എത്രയോ മുമ്പേ ഇവിടെ ഗ്യാസ് ലൈൻ ഉണ്ടാകുമായിരുന്നു. എന്തെല്ലാം പുരോഗതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മനോഭാവം അതിവിടുത്തെ കോൺഗ്രസിനുമുണ്ട്. അതായത് യാതൊരു വികസനം അനുവദിക്കുകയില്ല. പ്രവാസികൾ പുറത്തുനിന്ന് പോയിട്ട് കാശും കൊണ്ട് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും തുടങ്ങിയാൽ തൂങ്ങിച്ചാകേണ്ടി വരുന്ന ഗതികേടല്ലേ ഇവിടെ. കൊടി കുത്തിച്ച് പൂട്ടിക്കുകയല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ MSME വളരുന്നില്ല എന്ന് പിന്നെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? MSMEക്ക് 100 കോടി രൂപ കൊളാട്രൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്ത് RBI പറയുന്നത്. കേരളമാണ് MSMEകളുടെ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്ത് RBI പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പിന്നെ MSMEയുടെ കാര്യത്തിൽ പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നതെന്നാണ് ചോദിച്ചത്. കേരളത്തിൽ 4 കോടിയിലധികം യുവാക്കൾക്ക്, അതായത് ഇന്ത്യയിൽ 4 കോടിയിലധികം യുവാക്കൾക്ക് 2 ലക്ഷം കോടി രൂപ MSME മേഖലയെ കൊടുക്കാൻ തയ്യാറാണ്. മേടിക്കാൻ കേരളം തയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ഈ സ്കില്ലിംഗ് പ്രോഗ്രാം കേരളത്തിലെ യുവാക്കളെ പരിശീലിപ്പിക്കാൻ തയ്യാറുണ്ടോ? വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയിൽ 20 ലക്ഷം തരാമെന്ന് പറഞ്ഞു. ഇത് മേടിക്കാനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെന്റിനുണ്ടോ? MSMEയിലെ 100 കോടി വായ്പ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ മേടിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറുണ്ടോ? അതുപോലെ വെജിറ്റബിൾ, പച്ചക്കറിക്ക് സപ്ലൈ ചെയിൻ FPO വഴി കൊടുക്കാമെന്ന് കേന്ദ്രം പറയുന്നു. മേടിക്കാൻ കേരളത്തിന്റെ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ബജറ്റുകൾ അവതരിപ്പിക്കുന്നു. ഈ 10 വർഷത്തെ ബജറ്റിൽ ഈ മോദി സർക്കാർ പറയുന്ന കാര്യമാണ് ഈ ഫുഡ് ഗ്രെയിൻസിനും വെജിറ്റബിൾസിനുള്ള സപ്ലൈ ചെയിൻ ആൻഡ് കോൾഡ് സ്റ്റോറേജ്. ഒരു കോൾഡ് സ്റ്റോറേജ് കേരളത്തിൽ കാണിച്ചു തരാമോ? തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, കർണാടകയിൽ? കേരളത്തിൽ കാണിക്കാൻ പറ്റിയല്ല. തമിഴ്നാട്ടിലോ? കേരളം ഇതിനെതിരാണ്. എവിടെയാണ് ഈ കോൾഡ് സ്റ്റോറേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ കോൾഡ് സ്റ്റോറേജുകൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഒന്ന് പറയാമോ? ഒരെണ്ണം കാണിച്ചു തരാമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ കോൾഡ് സ്റ്റോറേജ് ഒരെണ്ണം അല്ല, എത്ര എണ്ണം വേണേൽ കാണിച്ചു തരാം. ഗുജറാത്തിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, UPയിലുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ പോയി കണ്ടിട്ടാണ് ഈ പറയുന്നത്. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമൊന്നും മാത്രം സപ്ലൈ ചെയിൻ പൂർത്തി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല കോൾഡ് സ്റ്റോറേജിന്റെ കാര്യം മാത്രമല്ല, സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ കാര്യങ്ങളിൽ കൂടുന്നതാണ് സപ്ലൈ ചെയിൻ. അവിടെ കോൾഡ് സ്റ്റോറേജ് വേണം, ഫാക്ടറി വേണം, ബ്രാൻഡിങ് വേണം, മാർക്കറ്റിംഗ് വേണം, അതിന്റെ ഉപഭോഗം വേണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നാഷണലും ഇന്റർനാഷണലുമായ തലത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് FPO വന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിൽ സമ്മതിക്കുന്നില്ല. അതാണ് കാരണം. അതിന് കേരള ഗവൺമെന്റിന്റെ നയമാണ് മാറേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, സന്തോഷ് കുമാർ, ഇത് വേണ്ടേ? ഇത്രയും പദ്ധതികൾ എണ്ണി പറഞ്ഞു ജയസൂര്യൻ. നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ ചോദിച്ചാൽ കിട്ടില്ലേ? പിന്നെ എന്താണ് നിങ്ങൾ കരയുന്നത് എന്നാണ് ചോദ്യം.
അല്ല, ആങ്കർ തന്നെ വളരെ പരിണിതപ്രജ്ഞനായതുകൊണ്ട് അങ്ങടക്കിടക്ക് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാനിതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. അതിരിക്കട്ടെ, ഇതിനകത്തെന്ന് പറയുന്നത് ധാരാളം കാര്യങ്ങൾ ബഹുമാനരായ രണ്ട് സുഹൃത്തുക്കൾ ശ്രീ ജയസൂര്യനും അദ്ദേഹത്തെക്കാൾ ഭീകരമായ രാഷ്ട്രീയം, സാമ്പത്തിക രാഷ്ട്രീയം ശ്രീ ജോസഫ് ആശ സാറും പറഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതിനൊക്കെ ഇപ്പോൾ എന്താ പെട്ടെന്നൊരു മറുപടി പറയുക. അദ്ദേഹം പറഞ്ഞു, ഈ ബീഹാർ, UP ആ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ഈ അവികസിതാവസ്ഥ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു വക്താവ് പറയുമ്പോൾ ഇവിടെ നശിച്ച കമ്മ്യൂണിസ്റ്റ് കൊണ്ടാണ് ഈ സംസ്ഥാനം നന്നാവത്തതെന്നാണ്, കേരളം നന്നാവത്തതെന്നാണ്. ഇരിക്കട്ടെ, ബീഹാറിൽ UPയിൽ അത് ഇല്ലാമുള്ള കാര്യം നമുക്കറിയാം. ഞാൻ അങ്ങനെയുള്ള ഈ വൈരുദ്ധ്യങ്ങൾ, അവരിപ്പോൾ ഒരേ സംഭവത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ അവർക്ക് വാദിക്കാമെങ്കിൽ അതൊക്കെ വിട്ടേക്കും. ഞാൻ ചോദിക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ തവണ YSR കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. YSR കോൺഗ്രസ് ഇപ്പോഴും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. രാജ്യസഭാക്കത്തിലെ എൻ്റെ ഒരു അനുഭവം അതാണ്. പൊതുവിൽ അവർ അങ്ങനെയാണെന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ജോസ് സാർ, എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയമൊന്നും അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ തവണ ഇത്രയും കൊടുക്കാതിരുന്നത്? അത് വളരെ ലളിതമാണ് സാർ. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങയുടെ അത്ര സാമ്പത്തിക ശാസ്ത്രം പറയാൻ ഞാൻ അശക്തനാണെങ്കിലും ഇത്തവണ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവരില്ലെങ്കിൽ ഈ പണി പാളുന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു കമ്പൽഷൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അത് സമ്മതിക്കണ്ടേ? ബീഹാറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇതേ ധനകാര്യമന്ത്രിയായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത്, ഇതേ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്നെന്താണ് നടക്കാത്തത്? അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള താല്പര്യങ്ങളുമാണ് ഈ ബജറ്റിനകത്ത് പ്രതിഫലിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പറയാം അങ്ങനെ പ്രതിഫലിക്കുമല്ലോ എന്ന്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് അതിഭീകരമായ അവഗണന ഉണ്ടായി. ഞാൻ ഈ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനായ ശ്രീ ജയസൂര്യൻ അത് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ആ പ്രസംഗം നിങ്ങൾ കേട്ട അതിന് ടെക്സ്റ്റ് ലഭ്യമാണല്ലോ. നിങ്ങൾ വായിച്ചില്ലാമല്ലോ അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ഒരു തെറ്റിദ്ധാരണയുള്ള ആളല്ല. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. പക്ഷെ ആ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ പ്രസംഗത്തിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ബീഹാറിനും ഒറീസക്കും വേണ്ടി മാത്രമായി പിൽഗ്രിം ടൂറിസം ഉൾപ്പെടെ എല്ലാം മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കാനുള്ളതാണ്. ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഇവിടെ ശബരിമലയുടെ കാര്യമൊക്കെ പറഞ്ഞു. ബഹുമാനായ ശ്രീ K. രാധാകൃഷ്ണൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ പൊതുവിൽ കേരളത്തിൽ എല്ലാവർക്കും ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു ഭാവി നേതാവായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് ശ്രീ K. രാധാകൃഷ്ണൻ എന്നുള്ളത് പല അർത്ഥത്തിലും. അതിരിക്കട്ടെ, അത് വേറൊരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞു ഇടക്കാലത്ത് 4000 കോടി രൂപയോളമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് സർക്കാർ കൊടുത്തത്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി പറഞ്ഞ കണക്കാണ്. നിങ്ങൾ ഒരാൾ പോലും അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം ആധികാരികമായ കണക്കാണ്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. കേരളത്തോട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ കടുത്ത വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നത് ബഹുമാനായ ജോസ് സാർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ കണക്ക് എന്ന് ചോദിച്ചു. അദ്ദേഹം തന്നെ കണക്ക് പറഞ്ഞല്ലോ. 1 രൂപ മലയാളി കൊടുക്കുമ്പോൾ 57 കൊടുക്കുന്നു എന്നുള്ളതാണ്. 57 ഇല്ലാമാണ് എൻ്റെ ഉറച്ച ധാരണ. മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കൂ, തമിഴ്നാടിനും കർണാടകത്തിനൊക്കെ അതേ അവസ്ഥയാണ്. പുതിയൊരു കാര്യമായിട്ട് പറയുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആളുകളാണ്, ഇഷ്ടം പോലെ കാശ് ഇവിടെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുമ്പോഴൊരു സാമ്പത്തിക സ്ഥാനമുണ്ട്. അവസാനം വേറെ ആൾ പറയുന്നത് ഇത് ആകെ പോയിരിക്കുന്ന സംസ്ഥാനമാണ്, നശിച്ചു പോയിരിക്കുന്നു, കമ്മ്യൂണിസം കൊണ്ട് ഗതികിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദയവായി ഇങ്ങനെയുള്ള വിചിത്രങ്ങളായ കാര്യങ്ങൾ വരുത്തരുത്. മലയാളികളുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. രാഷ്ട്രീയമായ താല്പര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം, പക്ഷേ ആ താല്പര്യങ്ങൾക്കുപരിയായി നാടിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കാവരുത്. BJP സുഹൃത്തുക്കളും കൂടെ ഈ സമരത്തിൽ പങ്കുചേരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, പൊതുവെ നിങ്ങൾ സാമ്പത്തിക ശാസ്ത്ര വീക്ഷണകോണിൽ ഈ ബജറ്റിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? ഈ ബജറ്റിനെ സംബന്ധിച്ച് വളർച്ചയ്ക്ക് വേണ്ടി ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ പുനർവിതരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഈ ബജറ്റിൽ ഇല്ല. സത്യത്തിൽ ഈ പുനർവിതരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനം തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് പണം എത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കീമുകൾ, ഉദാഹരണമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോ അതല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷൻ പോലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വികസനത്തിനാണ്, വളർച്ചയ്ക്കാണ് കൂടുതലായിട്ടുള്ള ഊന്നൽ ഈ ബജറ്റിലുള്ളത്. ഒരു പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷം പുനർവിതരണ പ്രവർത്തനങ്ങൾക്ക് വിഭവങ്ങൾ സമാഹരിക്കാനൊക്കും എന്നുള്ള കാഴ്ചപ്പാടാണോ ധനമന്ത്രിക്കുള്ളത് എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും ഞാൻ ഈ ബജറ്റിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടനല്ല. കാരണം ഏറ്റവും അസമത്വമുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു.
കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1600 കർഷകരാണ് മഹാരാഷ്ട്രയിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ സംഗതികൾ ഒട്ടും തന്നെ ശുഭകരമല്ല എന്ന് കരുതി ഈ ബജറ്റ് പൂർണ്ണമായും ഒരു പരാജയം ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും എനിക്കില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഒരുപാട് അസംസ്കൃത വസ്തുക്കളുള്ള ഒരു രാജ്യമല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് നൈപുണികൾ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം MSME സെക്ടർ അടക്കമുള്ള വ്യവസായ മേഖലയുടെ പ്രയോജനം നമ്മുടെ സാധാരണ ജനങ്ങളിലെത്തണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒട്ടനവധി സ്കീമുകൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മേഖലയിൽ ഒട്ടും തന്നെ നിരാശനല്ല. കാരണം ഇത് വൻ വളർച്ചയ്ക്കുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വൻ വളർച്ചയോടൊപ്പം തന്നെ ഇവിടെ പുനർവിതരണ പ്രവർത്തനങ്ങൾ കൂടെ നടത്തണമായിരുന്നു. വിഭവ സമാഹരണ കാര്യത്തിൽ നമ്മുടെ അധികാരമേറ്റ് 10ാം വർഷത്തിന് ശേഷം വൻ വളർച്ചയ്ക്കുള്ള ഒരു ആദ്യ പടിയായി ഈ ബജറ്റിനെ നാം കാണണം എന്നാണ് ജോസ് സെബാസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ശ്രീ സന്തോഷ് കുമാർ, ശ്രീ S. ജയസൂര്യൻ, നൗഷാദ് അലി ഇത്രയും സംസാരിച്ചവരുടെ വേണം.